തൊഴിലന്വേഷിച്ച് 5 റോഹിംഗ്യൻ അഭയാർത്ഥികളാണ് കേരളത്തിലെത്തിയത്. പാളയംപള്ളി മുൻ ഇമാം ഹംസ മൗലവി ഫാറൂഖി, തിരുവനന്തപുരം ഏകലവ്യാശ്രമത്തിലെ മഠാധിപതി സ്വാമി അശ്വതി തിരുനാൾ എന്നിവർ ചേർന്ന് ഇവർക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. തൊഴിലും താമസവും നൽകി ജീവിക്കാനുള്ള വക കണ്ടെത്താൻ സഹായിക്കുമെന്ന് പാളയംപള്ളി മുൻ ഇമാം ഹംസ മൗലവി ഫാറൂഖി പറഞ്ഞു. ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും തൊഴിൽ സാധ്യത ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവരെ തൽക്കാലം നമ്മൾ വിഷയത്തിൽ താമസിപ്പിച്ച് ഏതെങ്കിലും അവർക്ക് പറ്റുന്ന ജീവിത സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഭയാർത്ഥികളായെത്തുന്നവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തുന്നുണ്ടെന്നും അതുകൊണ്ടാണ് ഇത്തരം ശ്രമങ്ങളുമായി മുന്നോട്ട് വരുന്നതെന്നും ഏകലവ്യാശ്രമത്തിലെ മഠാധിപതി സ്വാമി അശ്വതി തിരുനാൾ പറഞ്ഞു. അഭയാർത്ഥികൾക്ക് കൊടുക്കേണ്ട സൗകര്യങ്ങളോ ആതിഥ്യ മര്യാദയോ നമ്മുടെ സർക്കാർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് സർ. സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ മുന്നോട്ട് വരണം അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനുള്ളൊരു ചെറിയ സംരംഭമാണ്. ഒരുപക്ഷെ കേരളത്തിൽ ജീവിതം കരപറ്റിക്കാൻ എന്ത് ജോലി ചെയ്യാനും തയ്യാറായാണ് അഭയാർത്ഥികൾ കേരളത്തിലെത്തിയിരിക്കുന്നത്. हम सोचा था कि इधर अच्छा आदमी हम लोगों का उधर काम नहीं मिल रहा, इधर काम मिल जाएगा, जो काम आप लोग देंगे वही काम कर ले हम. മനുഷ്യാവകാശ പ്രവർത്തകനായ ഉബൈദ് സൈനുൽ ആബിദീന്റെ നേതൃത്വത്തിലാണ് അഭയാർത്ഥികൾ ജോലിക്കായി കേരളത്തിലെത്തിയത്. ഡൽഹിയിലെ റോഹിംഗ്യൻ അഭയാർത്ഥികളെ സമ്പത്ത് എം പി അടക്കമുള്ളവർ സന്ദർശിച്ചിരുന്നു. പ്രശ്നത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സമ്പത്ത് എം പി പ്രധാനമന്ത്രിക്ക് കത്തുമയച്ചു. 2012 റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെ നടന്ന വംശീയാതിക്രമത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. മീഡിയ 1 തിരുവനന്തപുരം.